ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. നിങ്ങൾ പ്രായമായതിന്റെ പേരിൽ മാത്രം നമ്മൾ സൗമ്യമായ രീതിയിൽ സംസാരിക്കും. അല്ലാതെ നിങ്ങൾ ഈ പരിപാടികളോട് ഇറങ്ങരുത്. ശരിയായ നടപടിയല്ല. ഞങ്ങളൊക്കെ വെറും മറ്റവരാണെന്നുള്ള ധാരണ എന്ത് ശരിയല്ല. മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേരിൽ നമ്മൾ സംസാരിക്കും. ജനങ്ങളുടെ ഒരു പേടി നോക്കണം. പണ്ടൊക്കെ സ്വന്തം സ്വത്ത് ആരെങ്കിലും തട്ടിയെടുക്കുമെന്നായിരുന്നു പേടി. ഇപ്പോ സ്വന്തം മതം ആരെങ്കിലും തട്ടിയെടുക്കുമെന്നാണ് പേടി. നോക്കണേ, ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗക്കാരുണ്ട്. ഇവര് മതപരിവർത്തനം ചെയ്യാറുണ്ട്. കാരണം അത് അവരുടെ ഒരു രീതിയാണ്. കാരണം അവരും ഈ പാവങ്ങൾക്ക് ആവശ്യപ്പെട്ട എന്താ അവർ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്തിട്ടാണ് അവർ മതത്തിലേക്ക് സ്വീകരിക്കുന്നത്. പക്ഷെ അവരാ ഉപകാരം സ്വീകരിച്ചുകൊണ്ട് ആ മതത്തിൽ പോയതിന് ഇപ്പൊ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അല്ലെങ്കിൽ ഏത് മതത്തിലാണോ ഇവർ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള ആൾക്കാർ ഇവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവർ ആ മതത്തിൽ വിശ്വസിക്കുന്നു. അതേസമയം പുറമേ നിന്ന് വരുന്നവരെ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സ്വന്തം മതത്തിലേക്ക് കൂട്ടുന്നു. ഇതേ സമയം ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് ഇവർ ആ മതം സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ തടയുന്ന ഈ ടീംസ്, ഈ മതപരിവർത്തനം നടത്തുന്നവരെ തടയുന്ന ഈ ടീംസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗമ്യമായി ആ ജനങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. എന്നിട്ട് സ്വന്തം മതത്തിൽ നല്ല പ്രവൃത്തികൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഈ മതത്തിൽ നിന്ന് പോകാതിരിക്കാനുള്ള വഴികളാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് വിട്ടിട്ട് ഇവരെ പിടിച്ച് മിരട്ടി തല്ലി ആക്രമിച്ചുകൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നിങ്ങൾ മുസ്ലിങ്ങളുടെ ഏരിയ ചെല്ലും, അവിടെ പോയിക്കൊണ്ട് നിങ്ങൾ മതപരിവർത്തനം നടത്തൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾ എടുത്തോളൂ. ഒരു മുസൽമാനും നിങ്ങൾ തടുക്കാൻ വരില്ല. സ്വാഗതം. ഓരോ മുസ്ലിം ഏരിയകളിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കിട്ടുമെങ്കിൽ എടുത്തോട് പൊക്കോളൂ.